പ്രിയപ്പെട്ടവരെ, ഹായ്. ഞാൻ ഇപ്പോൾ ബാഡൂർ പതാവ് എന്ന സ്ഥലത്താണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു ചെറിയൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെ ഞാൻ വന്നതാണ്. നമുക്കറിയാം, പഴയ കാലത്ത് ഗ്രാമീണ മേഖലകളിലുള്ള ചെറിയ ഹോട്ടലുകളിൽ നിന്നാണ് ചൂടുപിടിച്ച ചർച്ചകളും രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉയർന്നു വന്നിരുന്നത്. അത്തരമൊരു മേഖലയാണ് ഈ ബാഡൂർ എന്ന സ്ഥലം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചെറിയൊരു ചായക്കട തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം. ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഹോട്ടലിലേക്ക് ക്ഷണിച്ചിട്ടാണ്, ഇങ്ങനെ കാണാൻ വരണമെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തേടി വന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ചായപ്പീടിക തുടങ്ങാനുള്ള കാരണം എന്താണ്? നിങ്ങളൊരു പണ്ഡിതനാണ്, നിങ്ങളൊരു സഖാഫി വിരുദ്ധമുള്ള ആലിമാണ്. അത്തരത്തിൽ ഇങ്ങനെയുള്ളൊരു സ്വയം തൊഴിലിലേക്ക്, ഒരു കച്ചവടത്തിലേക്ക് പോകാനുള്ള തീരുമാനം പിന്നിൽ എന്താണ്? അതായത് കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പല പള്ളികളിലും ഞാൻ ജോലി ഏറ്റെടുത്തുകൊണ്ട് സേവനം അനുഷ്ഠിച്ച് വരുന്ന ആളുകളാണ്. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളും മറ്റുമൊക്കെയായി ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി അതായത് നമ്മളുടെ ആ മേഖല തുടർന്നുകൊണ്ട് തന്നെയുള്ള ഒരു അനുയോജ്യമായ ജോലി ആവശ്യമായി തരേണ്ടി വന്നു. അങ്ങനെ ഇറങ്ങിത്തിരിച്ചതായിരുന്നു ഇതിനുള്ള കാരണം. രാവിലെ മദ്രസ അധ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ കട തുറക്കുന്നത്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം കുറച്ച് കൂടുതൽ മദ്രസ ഉണ്ടാവും. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ കട തുറക്കുന്നത്. ഏതായാലും ഇതൊരു എല്ലാവർക്കും പ്രചോദനമാണ്. കാരണം മദ്രസ അധ്യാപനം കഴിഞ്ഞ് ഒരുപാട് സമയം ഉണ്ടാകുമ്പോൾ ആ സമയത്തെ ഒരു ക്രിയാത്മകമായി ഒരു ബിസിനസ് മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്വയം തൊഴിലുകളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അത്തരം തീരുമാനത്തിലേക്ക് എത്താൻ പലർക്കും പ്രചോദനമാകുന്ന ഒരു തീരുമാനമാണ്, നിലപാടാണ് അത് മുഅല്ലിമീങ്ങളായി ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ മദ്രസ ആ ജോലി കഴിഞ്ഞാൽ പിന്നെയുള്ള ബാക്കി സമയം മുഴുവനും ഫ്രീ ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കുന്നതിന് പകരം എന്തെങ്കിലും നമുക്ക് ഇടപഴകാനും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകാനും പറ്റുന്ന വിധത്തിലുള്ള ഒരു ജോലി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെയുള്ള കടകളൊക്കെ സ്വീകരിക്കേണ്ടി വന്നു. നല്ലൊരു തീരുമാനമാണ്. അപ്പം ഇപ്പോൾ നിങ്ങൾ ഈ ചായക്കടയിൽ എന്തെല്ലാം വിഭവങ്ങളാണ് നിങ്ങൾ നൽകുന്നത്, ഭക്ഷണമായിട്ടും മറ്റുമൊക്കെ? ഇപ്പോൾ നമ്മൾ ഇവിടെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, എണ്ണക്കടികൾ ഇവിടെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറുമുറി അതും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഓംലേറ്റും അടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആവശ്യക്കാർക്കനുസരിച്ചിട്ട് നമ്മൾ ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് ബിരിയാണി അങ്ങനെ പാർസൽ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തങ്ങളായ പല ഐറ്റം വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത്യാവശ്യം ആളുകൾ കടയിൽ പിന്നെ ചെന്ന് കയറാറുമുണ്ട്. അങ്ങനെ ഒക്കെ. പിന്നെ അതോടൊപ്പം എന്താണ്, ചായയും പിന്നെ കോഫി പിന്നെ അങ്ങനെയൊക്കെ പല ഐറ്റം, പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയുള്ളതൊക്കെ ഒരു ചെറുതും വലുതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെ റെഡി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ചെറിയ ഒരു ചായക്കടയാണ്, നിങ്ങൾ പിന്നീട് എന്തെങ്കിലും ഇതിനെ വിപുലീകരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മളിത് തുടങ്ങിയത് ചെറിയൊരു പരീക്ഷണ അർത്ഥത്തിലാണ് നമ്മൾ ഇത് തുടങ്ങിയത്. പരീക്ഷിച്ച് നോക്കുക എന്നുള്ള രൂപത്തിലേക്കാണ് നമ്മൾ ആദ്യം കടന്നു വന്നത്. അങ്ങനെ ഏതായാലും ഇത് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെ അവസാനം നമുക്കൊരു പിന്നെ ഷവർമ ഹബ്ബ് അങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അല്ല, വളരെ പിന്നെ ഇവിടുത്തെ ഞാൻ കുറച്ച് സമയം കണ്ടപ്പോൾ വളരെ തുച്ഛമായ വിലയാണല്ലോ നിങ്ങൾ സാധനത്തിനൊക്കെ ഈടാക്കുന്നത്. വിലകളെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കടകളിലുമൊക്കെ വലിയ പിന്നെ ഭാരമേറിയ വിലകളും മറ്റുമൊക്കെ ഉയർന്നു കാണുന്ന ഈ സമയത്ത് നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വിലകൾ അങ്ങനെയൊന്നും ഈടാക്കാറില്ല. ഒരു ചെറിയ, അതായത് എല്ലാവർക്കും, ചെറിയവർക്കും അതുപോലെ തന്നെ വലിയവർക്കുമൊക്കെ താങ്ങാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ചെറിയ മട്ടത്തിൽ നമ്മൾ എന്താക്കുകയാണ്, ഒരു മട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചെറിയൊരു റേറ്റ് വെച്ചിട്ട്, വലിയല്ല, വാങ്ങുന്നവർക്കും കുടിക്കുന്നവർക്കും ബുദ്ധിമുട്ടാകരുത്, പിന്നെ നമുക്കും എന്താകരുത്, ഒരു നഷ്ടമാകാത്ത രൂപത്തിൽ നമ്മളത് റെഡിയാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ സ്ഥിര കസ്റ്റമറാന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവിടെ എങ്ങനെ ഇഷ്ടപ്പെട്ടില്ല? ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ്? ഫുഡ് ഇവിടെ കഞ്ഞിയായാലും ചായയായാലും പ്യൂർ, നല്ല ഗ്രാമീണ തനിമയുള്ള നല്ല പഴയ കാലത്തെ ഓർമ്മ വരുന്നുണ്ട് ഈ കടയിൽ കാണുമ്പോൾ? പണ്ടത്തെ ചായയൊക്കെ എങ്ങനെ? നല്ല ഉഷാറാണ്. ഓംപ്ലേറ്റ്, ചായ, കഞ്ഞി, ചെറുമുരി.